ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ? അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ബീഫും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നേരം വൈകിട്ടാണ് എണീറ്റത്. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും വാപ്പ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ കെട്ടിച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് നേരം വൈകിട്ടൊക്കെ അല്ലേ എണീക്കാം, സാധാരണ അല്ലേ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ എല്ലാം കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ വെക്കണ സമയത്ത് വാപ്പ ആയിരിക്കും എല്ലാം അരിഞ്ഞൊക്കെ തരും കേട്ടോ. വാപ്പ നല്ല ഹെൽപ്പാണ് വാപ്പ. അപ്പോൾ വാപ്പൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫൈസ് ഇരുന്നിട്ട് തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കാൻ കേട്ടാണ്. തേങ്ങ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടി വി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചു ടി വിയാണ് കേട്ടോ. വേറെ ഒന്നും മൂപ്പര് വെപ്പിക്കൂല കേട്ടോ ആരെ കൊണ്ടും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ വാപ്പ അതൊക്കെ നന്നാക്കുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, മസാലകൾ. പിന്നെ ബീഫ് ഉമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് ഞാനൊന്ന് മിക്സിയിൽ ചതക്കാണ്ട് ഒന്ന് ഉരൽ കണ്ടപ്പോൾ അതിലിട്ടൊന്ന് ചതക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പാളി. പച്ചമുളക് ചതച്ചപ്പോൾ കണ്ണിലേക്കൊക്കെ തെറിച്ച് സീനായിട്ടാണ്. എന്നാലും സാരിയില്ല, വിട്ടുകൊടുത്തില്ല. നമ്മളത് അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടാന്ന് എനിക്ക് തോന്നിയിട്ടാ. എപ്പോഴും എന്തായാലും ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ കൈക്കൊക്കെ നല്ല ആരോഗ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം സ്പീഡിൽ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാള ആദ്യം വാട്ടിയെടുക്കാണ് കേട്ടോ. സവാളയുണ്ട്, മറ്റേ കുഞ്ഞുള്ളിയും കൂടി ഉണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞാൽ ബീഫിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കൂടുതൽ കുഞ്ഞുള്ളി ഇട്ടു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാണ്. കൂടുതൽ റെസിപ്പിയൊന്നും കാണിക്കണില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അറിയണമല്ലോ ബീഫൊക്കെ വെക്കണത്. ഞാനിങ്ങനെ ഓടിച്ചിട്ട് മൊത്തത്തിൽ കാണിക്കുകയാണ്. അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട്. അതിൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്, കാരണം പനി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. സൗണ്ട് വ്യക്തമാവിടെ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാൻ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഉപ്പിടുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ കൂടി ചെമ്മീൻ ചുരുളണ പോലെ എല്ലാം കൂടിയിട്ട് കുറഞ്ഞു കേട്ടോ സവാളൊക്കെ. പിന്നെ എങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മിത്താണ് കേട്ടോ. പിന്നെ അകത്ത് കയറുന്നത് ചുരുക്കണം. അകത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഞാൻ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ചതച്ച് പരുവത്തിലാക്കി വെച്ച നമ്മൾ ഈ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നമ്മൾ വീണ്ടും തക്കാളി എടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. ഫൈസാടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഫൈസ ഇവിടെ ചിരട്ടൊക്കെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്. പെരൊക്കെ കുത്തിപ്പൊളിക്കാണ് കേട്ടോ. ഉമ്മയുടെ കുഞ്ഞടുക്കള ഉണ്ടത്. കുത്തിപ്പൊളിച്ചിട്ട് മുളകും പൊടി മഞ്ഞപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ കുത്തിയെടുത്തിട്ട് എന്തൊക്കെയോ ചിരട്ടയിലൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പണ്ടും നമ്മളും ഇതേപോലെയൊക്കെ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉമ്മ ഇവിടെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയുടെ നെയ്ച്ചോറ് വെക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മയുടെ സ്പെഷ്യലായിട്ടാണ് നെയ്ച്ചോറ്. അപ്പോൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഫുള്ളും. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പണിപ്പുരയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ നമ്മളെ തക്കാളി എന്തായി നോക്കാനായിട്ട്. അപ്പോൾ അതൊരു പരുവത്തിലാവണുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും ഫൈസാടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഫൈസാടെ കുഞ്ഞിപ്പേരാണ് കേട്ടോ. വാപ്പ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. അവരിവിടെ വരുമ്പോൾ അവർക്ക് കളിക്കാനായിട്ട്, അവളുടെ ഇക്കാക്കന്മാർക്കും അവൾക്കൊക്കെ കൂടി കളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പരയിൽക്കും ഉമ്മയുടെ കുഞ്ഞിപ്പരയിൽക്കും പോകുന്നുണ്ട് കേട്ടോ. രണ്ടിടത്തായിട്ടാണ് അവളുടെ കളി. ഞാൻ അവളുടെ പിന്നാലെ അവൾക്കുള്ള ഫുഡായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കിച്ചണിലോട്ടും ഓടിപ്പോകുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ മസാല അത് നന്നായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികൾ
ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി എല്ലാം കൂടി വറുത്ത് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ കുരുമുളകും പൊടിയും കറി മസാലപ്പൊടിയും ഒന്നും ഇപ്പം ചേർക്കില്ല കേട്ടോ. അതൊക്കെ ലാസ്റ്റ് ചേർക്കുള്ളൂ. ഇറച്ചൊക്കെ വെന്തതിന് ശേഷം ചേർക്കുള്ളൂ കേട്ടോ. മല്ലിയിലയും പുതിനയിലൊക്കെ ചേർക്കുമ്പോൾ ചേർക്കുള്ളൂ. അപ്പോൾ അതേ മസാല റെഡിയായപ്പോൾ ഞാൻ ദേ കുക്കറിലോട്ട് ഇതെല്ലാം കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇറച്ചി ആദ്യം തട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അതിനെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഉമ്മയുടെ നെയ്ച്ചോറ് ഉമ്മ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഉമ്മ ദേ ഇവിടെ നെയ്ച്ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. പിന്നെന്താ, ഞാനിതേ സലാഡ് ഉണ്ടാക്കാനായിട്ട് തക്കാളി, കക്കിരി, സവാള, മല്ലിയില അതെല്ലാം കൂടി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് മിക്സ് ചെയ്തിട്ട് കച്ചമ്പറ് ഉണ്ടാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്, അച്ചാറുണ്ട്, ചോറുണ്ട്, ബീഫുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ ചെറിയ ഒരു ലഞ്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ അതേ പൈസ അതിൻ്റെ ഇടയിൽ ഉമ്മ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത ടൈമിൽ അവൾക്കുള്ള മുന്തിരി വറുക്കണതിന് മുന്നേ അവൾ എടുത്ത് കഴിക്കണതാണ് കേട്ടത്. അപ്പോൾ അതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.